കപ്പാസിറ്ററിൽ അതായത് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പാരലൽ പ്ലേറ്റുകളുണ്ട്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ d ആണ്. ഏരിയ ഓഫ് ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? a ആണ്. കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ചാർജ് ബൈ പൊട്ടൻഷ്യൽ ആണ് നമുക്കറിയാം. സോ നമുക്ക് ഈ പറയുന്ന പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്കറിയാം. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ E × d ആണെന്ന് അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ബൈ E × d, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അത് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ച കാര്യമാണ്. 2 ചാപ്റ്റർ കൂടി കണക്ട് ചെയ്ത് പഠിച്ച കാര്യമാണ്. സോ ഇനി ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബിറ്റ്വീൻ ഈ പറയുന്ന 2 കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ σ/ε0 ആണെന്ന് അറിയാം. അതിൻ്റെ പ്രൂഫ് നിങ്ങൾ 1ാം ചാപ്റ്റർ പഠിച്ചതാണ്. സോ ആ ഈ പറഞ്ഞ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് σ/ε0 ഇൻറ്റു d. ε0 മുകളിലോട്ട് വരുന്നു. ദാറ്റ് ഈസ് Q∈0/σd എന്നായിട്ട് മാറി. സോ സീൻ്റെ ഇക്വേഷൻ എന്തായിട്ട് കിട്ടി? Q∈0/σd. ഇനി സാറേ സിഗ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? ചാർജ് ബൈ ഏരിയ ആണ്. ചാർജ് ഡെൻസിറ്റിയാണ്, സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. സോ ക്യൂവിന് പകരം എന്തെന്ന് എഴുതാം? ക്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ എ ആണ്. സോ മുകളിലുള്ള ക്യൂവിന് പകരം ഞാൻ സിഗ്മ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ C = σA∈0/σd. സോ സിഗ്മയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് A∈0/d. പലപ്പോഴും പല എക്സാമിനും പ്രോബ്ലം ആയിട്ടും ഡെറിവേഷനായിട്ടും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നല്ല പോലെ നോക്കി വെച്ചേക്കാം. ഓക്കെ.